എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും തന്നെയും അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് എക്സാമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് ഒരു തിയറി പോർഷൻ നമ്മളെടുത്ത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത്, പ്രത്യേകിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ് ആ ഒരു ഏരിയ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരുന്നത്, ആ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാവും. അപ്പം എത്രത്തോളം നമ്മൾ മാക്സിമം എത്ര ക്വസ്റ്റ്യൻ ചെയ്യുന്നു അത്രയും നമുക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്. സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിങ്ങിന്റെ ഫാദർ ആരാണെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഡോക്ടർ MS സ്വാമിനാഥൻ, ബി ജെത്രോട്ടൽ, ദെൻ സി സുഭാഷ് പലേക്കർ, ഡി പീറ്റർ ഡെക്കസെൻസി. അപ്പൊ ഇവരിൽ ആരാണ് ഫാദർ ഓഫ് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്? നമുക്ക് ആൻസർ എന്താന്ന് നോക്കാം. ആൻസർ സി സുഭാഷ് പലേക്കർ. സുഭാഷ് പലേക്കർ ആണ് ഫാദർ ഓഫ് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്. ഓക്കെ, അപ്പം ബാക്കി ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ ഡോക്ടർ MS സ്വാമിനാഥൻ, അദ്ദേഹം ആരാണ്? ഹീസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇന്ത്യ. അപ്പൊ നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ പഠിക്കുമ്പോൾ 2 പേരുകൾ ഓർത്തിരിക്കണം. ഒന്ന് ഡോക്ടർ MS സ്വാമിനാഥൻ, അദ്ദേഹം ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ. ഇനി ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ വേൾഡ്, ദാറ്റ് ഇസ് നോർമൻ ഇ ബോർലോഗ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് എക്സാമിന് തന്നെ 2017 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്നുള്ളത്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇൻ ഇന്ത്യ ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ MS സ്വാമിനാഥൻ, വേൾഡിലാണെങ്കിൽ നോർമൻ ഇ ബോർലോഗ്. ഓക്കെ, ഇനി ഓപ്ഷൻ ബി നോക്കിയേ. ഓപ്ഷൻ ബി ജെത്രോട്ടൽ, അദ്ദേഹം ഫാദർ ഓഫ് ടില്ലേജ്. നമ്മൾ അഗ്രോണമിയിൽ ടില്ലേജ് എന്താണെന്ന് പഠിക്കും, ടില്ലേജിന്റെ ഡിഫറെന്റ് ടൈപ്സ്, പ്രൈമറി സെക്കൻഡറി ടില്ലേജ്, അതിന്റെ ഇംപ്ലിമെന്റ്സ് കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പം ടില്ലേജിന്റെ ഫാദർ ആണ് ജെത്രോട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫാദർ ഓഫ് അഗ്രോണമി, പീറ്റർ ഡെക്രസെൻസി ആണ് ഫാദർ ഓഫ് അഗ്രോണമി. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 4 ഓപ്ഷൻസ് ഇപ്പൊ മനസ്സിലായല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫാദർ ഓഫ് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്, അതിന്റെ പിതാവ് എന്ന് പറയുന്നത് സുഭാഷ് പലേക്കർ ആണ്. ഓക്കെ, ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് ദ കൾട്ടിവേഷൻ ഓഫ് ഡിഫറെന്റ് ക്രോപ്സ് ഓഫ് ഡിഫറെന്റ് കനോപ്പി ഹൈറ്റ്സ് ഇൻ എ ഫീൽഡ് സൈമൾട്ടേനിയസ്ലി. അത് ഏത് തരത്തിലുള്ള ക്രോപ്പിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ക്രോപ്പിംഗ് പാറ്റേൺ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ റൊട്ടേഷണൽ ക്രോപ്പിംഗ്, ബി റിലേ ക്രോപ്പിംഗ്, സി മൾട്ടി ടയർ ക്രോപ്പിംഗ്, ഡി സ്ട്രിപ്പ് ക്രോപ്പിംഗ്. അപ്പൊ ഇതിൽ ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് മൾട്ടി ടയർ ക്രോപ്പിംഗ് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് മൾട്ടി ടയർ ക്രോപ്പിംഗ് അല്ലെങ്കിൽ മൾട്ടി സ്റ്റോറീഡ് ക്രോപ്പിംഗ് സിസ്റ്റം എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇൻ ദിസ് സിസ്റ്റം ദ ക്രോപ്സ് വിച്ച് ക്യാൻ ടാപ്പ് സോളാർ എനർജി അറ്റ് ഡിഫറെന്റ് ടയേഴ്സ് ആൻഡ് എക്സ്പ്ലോയിറ്റ് സോയിൽ ന്യൂട്രിയന്റ് ആൻഡ് ഡിഫറെന്റ് ഡെപ്സ് വിത്തൗട്ട് കോമ്പീറ്റിംഗ് ഈച്ച് അതർ ആർ പ്ലാന്റഡ് ഇൻ ദ സെയിം ഓർച്ചാർഡ് ഓർ പ്ലാന്റേഷൻ ഇൻ ദ ഇന്റർസ്പേസ് ഓഫ് ദ മെയിൻ ക്രോപ്പ്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് കൾട്ടിവേഷൻ ഓഫ് ഡിഫറെന്റ് ക്രോപ്സ് ഓഫ് ഡിഫറെന്റ് കനോപ്പി ഹൈറ്റ്സ് ഇൻ എ ഫീൽഡ് സൈമൾട്ടേനിയസ്. അതായത് നമ്മൾ ഒരു പീസ് ഓഫ് ലാൻഡിൽ നമ്മൾ ഡിഫറെന്റ് ഹൈറ്റ്സിൽ നമ്മൾ പ്ലാന്റ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പ്ലാന്റ്സിന് പല ഹൈറ്റിലായിരിക്കും. മൾട്ടി സ്റ്റോർ അല്ലെങ്കിൽ മൾട്ടി ടയർ, പല ടയർ ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രോപ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു ക്രോപ്പിംഗ് സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്നത്, മൾട്ടി സ്റ്റോറീഡ് അല്ലെങ്കിൽ മൾട്ടി ടയർ ക്രോപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റൻ ഇതായിരുന്നു, കൾട്ടിവേഷൻ ഓഫ് ഡിഫറെന്റ് ക്രോപ്സ് ഓഫ് ഡിഫറെന്റ് കനോപ്പി ഹൈറ്റ്സ്. പല കനോപ്പി ഹൈറ്റ്സിലായിരിക്കും ക്രോപ്സ് നിൽക്കുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം കോക്കനട്ട്, നമ്മളൊരു പ്ലാന്റേഷനിൽ കോക്കനട്ട്, അതുപോലെ തന്നെ അരക്കിനട്ട്, കൊക്കോ, ബ്ലാക്ക് പെപ്പർ, ബനാന, പൈനാപ്പിൾ. അപ്പൊ ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്ന ആലോചിച്ച് നോക്കിയാൽ കോക്കനട്ടിന്റെ ഹൈറ്റ് ആയിരിക്കും അരക്കിനട്ട്. അപ്പം അരക്കിനട്ട്, പിന്നെ അതിന് താഴെ കൊക്കോ, പിന്നെ ബ്ലാക്ക് പെപ്പർ. അപ്പം പല ഹൈറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രോപ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നു. പല ടയറായിട്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ മൾട്ടി ടയർ അല്ലെങ്കിൽ മൾട്ടി സ്റ്റോറിയുടെ ക്രോപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ അതാണ്. ഇനി ബാക്കി ഓപ്ഷൻസ് നോക്കിയും, റൊട്ടേഷണൽ ക്രോപ്പിംഗ്, നമ്മുടെ ക്രോപ്പ് റൊട്ടേഷൻ, അതായത് നമ്മൾ ഒരു ക്രോപ്പ് കഴിഞ്ഞിട്ട് അടുത്ത ക്രോപ്പിനെ റൊട്ടേറ്റ് ചെയ്ത് കൾട്ടിവേറ്റ് ചെയ്യുന്നതിനാണ് ക്രോപ്പ് റൊട്ടേഷൻ അല്ലെങ്കിൽ റൊട്ടേഷണൽ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ റിലേ ക്രോപ്പിംഗ്. അപ്പൊ നമ്മൾ മത്സരത്തിൽ റിലേ പറയാറില്ലേ, അതുപോലെ തന്നെയാണ്. ദാറ്റ് ഈസ് സക്സീഡിംഗ് ക്രോപ്സ് ആർ പ്ലാന്റഡ് ബിഫോർ ദ ഹാർവെസ്റ്റിംഗ് ഓഫ് പ്രിസീഡിംഗ് ക്രോപ്പ്. അപ്പൊ നമുക്ക് ഒരു ക്രോപ്പ് നിൽപ്പുണ്ട്. അപ്പൊ ആ ഒരു ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നു, സക്സീഡിംഗ് ക്രോപ്പ്, അതായത് രണ്ടാമത്തെ ക്രോപ്പിനെ നമ്മൾ പ്ലാന്റ് ചെയ്യുന്നതിനെയാണ് റിലേ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റ് ക്രോപ്പ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തിട്ടില്ല, അതിന്റെ ഹാർവെസ്റ്റിംഗ് പീരീഡ് അല്ലെങ്കിൽ എൻഡോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് മുന്നേ നമ്മൾ നമ്മുടെ സക്സീഡിംഗ് ക്രോപ്പ്, അടുത്ത ക്രോപ്പിനെ പ്ലാന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിലേ ക്രോപ്പിംഗ്. നമ്മുടെ കോമ്പറ്റീഷനിൽ റിലേ ഓർത്താൽ മതി, നമ്മൾ എന്താ ചെയ്യുന്നത്. അപ്പൊ അതേ സെയിം കാര്യമാണ്, അപ്പൊ ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ദാറ്റ് ഇസ് റിലേ ക്രോപ്പിംഗ്. ഓക്കെ, ദെൻ ഓപ്ഷൻ ഡി സ്ട്രിപ്പ് ക്രോപ്പിംഗ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു സോയിൽ കൺസർവേഷൻ മാനേജ്മെന്റ് പ്രാക്ടീസ് ആണ്. അതായത് തട്ട് തട്ടായിട്ട് നമ്മൾ, അതായത് പല സ്ട്രിപ്സ് ആയിട്ട് സ്ലോപ്പി ഏരിയാസിൽ നമ്മൾ സ്ട്രിപ്സ്
ആയിട്ട് തിരിച്ചിട്ട് ക്രോപ്പിനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സോയിൽ കൺസർവേഷൻ പ്രാക്ടീസ് കൂടിയാണ് എന്തെന്ന് പറയുന്നത്, സ്ട്രിപ്പ് ക്രോപ്പ്. ഇപ്പൊ 4 ഓപ്ഷൻസ് മനസ്സിലായല്ലോ. റൊട്ടേഷണൽ ക്രോപ്പിംഗ്, റിലേ ക്രോപ്പിംഗ്, മൾട്ടി ടയർ ക്രോപ്പിംഗ് ആൻഡ് സ്ട്രിപ്പ് ക്രോപ്പിംഗ്. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്തത്, ഐഡന്റിഫൈ ദ ക്രോപ്പിംഗ് പാറ്റേൺ ഇൻ വിച്ച് ക്രോപ്സ് ആർ ഗ്രോൺ ആസ് കൺട്രോൾ മെഷർ ഫോർ അഗ്രികൾച്ചറൽ പെസ്റ്റ്. അപ്പൊ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ക്യാച്ച് ക്രോപ്പിംഗ്, കവർ ക്രോപ്പിംഗ്, ട്രാപ്പ് ക്രോപ്പിംഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പൊ ഇതിനകത്ത് 3 ക്രോപ്പിംഗ് മെത്തേഡ്സ് നോക്കി. ഇതിനകത്ത് ഇതിലേതാണ് നമ്മൾ അഗ്രികൾച്ചറൽ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്രോപ്പിംഗ് പാറ്റേൺ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാം. അതായത് നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഈസ് ട്രാപ്പ് ക്രോപ്പിംഗ്. അപ്പൊ അഗ്രികൾച്ചറൽ പെസ്റ്റിനെ ട്രാപ്പ് ചെയ്യുന്നു. അതായത് എന്താണ് ട്രാപ്പ് ക്രോപ്പിംഗ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മളൊരു ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ട്രാപ്പ് ക്രോപ്പ് എന്ന് പറയുന്നത് മാരിഗോൾഡ് ആണ്. മാരിഗോൾഡ് കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു നമ്മുടെ കൃഷി സ്ഥലത്ത് നമ്മൾ മാരിഗോൾഡ് കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയധികം ഇൻസെക്ട്സ് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ക്രോപ്പിനെ അട്രാക്ട് ചെയ്യുന്ന കുറേയധികം ഇൻസെക്ട്സ് നമ്മൾ മാരിഗോൾഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു. മാരിഗോൾഡ് അതിനെ ട്രാപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഗ്രികൾച്ചറൽ പെസ്റ്റിനെ ട്രാപ്പ് ചെയ്യുന്ന ക്രോപ്സ്. അപ്പോൾ അതൊരു കൺട്രോൾ മെഷറാണ്. അഗ്രികൾച്ചറൽ പെസ്റ്റിന് കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു കൺട്രോൾ മെഷറാണ് ട്രാപ്പ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ക്രോപ്പിംഗ് പാറ്റേൺ ഇൻ വിച്ച് ക്രോപ്സ് ആർ ഗ്രോൺ ആസ് കൺട്രോൾ മെഷർ ഫോർ അഗ്രികൾച്ചറൽ പെസ്റ്റ്. ആൻസർ ഈസ് ട്രാപ്പ് ക്രോപ്പിംഗ്. ഇനി ബാക്കി 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ക്യാച്ച് ക്രോപ്പിംഗും അതുപോലെ തന്നെ കവർ ക്രോപ്പിംഗ്. എന്താണ് ക്യാച്ച് ക്രോപ്പിംഗ് എന്ന് വെച്ചാൽ എ ഷോർട്ട് ഡ്യൂറേഷൻ ഫാസ്റ്റ് ഗ്രോയിങ് ക്രോപ്പ് ബിറ്റ്വീൻ ദ റോസ് ഓഫ് മെയിൻ ക്രോപ്പ്. അതായത് നമ്മൾക്ക് റൈസ് കൾട്ടിവേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഒരു മെയിൻ ക്രോപ്പ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് നമുക്കൊരു എന്താ പറയുക, ഒരു ഫാസ്റ്റ് ഗ്രോയിങ് ആയിരിക്കും ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പിന് നമ്മൾ ഒരു പീരീഡ് ഓഫ് ടൈം നമ്മൾ വെറുതെ ഇടുന്നതിന് പകരം നമ്മളൊരു ക്യാച്ച് ക്രോപ്പ്, അതായത് ആ ഒരു സീസണിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്യാച്ച് ക്രോപ്പ് യൂസ് ചെയ്യുന്നത് ക്യാച്ച് ക്രോപ്പ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ഇസ് കവർ ക്രോപ്പിംഗ്. ആ പേരിൽ തന്നെയുണ്ട്, എന്താണ് കവർ ചെയ്യുന്നത്, അതായത് പ്രൊട്ടക്ട് ദ സോയിൽ ഫ്രം ഇറോഷൻ ആൻഡ് ഓൾസോ സപ്രസ് വീഡ് ഗ്രോത്ത്. അപ്പൊ നമ്മുടെ സോയിലിനെ അല്ലെങ്കിൽ ഗ്രൗണ്ട് സർഫസിനെ കവർ ചെയ്ത് കിടക്കുന്ന ക്രോപ്പാണ് കവർ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ ലെഗ്യൂമിനസ് കവർ ക്രോപ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. എന്താണ്, ദേ ആർ ഏബിൾ ടു ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ആൻഡ് ഇംപ്രൂവ് സോയിൽ ഫെർട്ടിലിറ്റി. അപ്പം അതിന്റെ എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. വളരെ കോമൺ ആയിട്ടുള്ള ഒരു കവർ ക്രോപ്പിന്റെ എക്സാമ്പിൾ ആണ് കലപ്പഗോണിയം. കലപ്പഗോണിയം ഓർത്തിരിക്കുക, പല എക്സാംസിലും ചോദിച്ചിട്ടുണ്ട് കലപ്പഗോണിയം. ഓക്കെ, കലപ്പഗോണിയം അതുപോലെ തന്നെ സെൻട്രോസിയം, ഇത് രണ്ടുമാണ് കവർ ക്രോപ്സിന് എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് ക്രോപ്പിംഗ് പാറ്റേൺ ആണ് അഗ്രികൾച്ചറൽ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അതായത് ട്രാപ്പ് ക്രോപ്പിംഗ്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രാപ്പ് ക്രോപ്പ് മാരിഗോൾഡ് ആണ്, അതുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തതായിട്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് IFS. IFS എന്താണ്, ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം. IFSന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇപ്പൊ ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരിയായിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, എൻഹാൻസിങ് പ്രൊഡക്ടിവിറ്റി പെർ യൂണിറ്റ് ഏരിയ. Then B, soil health management. Next is proper waste management. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരിയായിട്ടുള്ളതെന്നാണ്. അപ്പൊ നമുക്ക് എന്താണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കാം. ആ പേരിൽ തന്നെയുണ്ട്, ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം ഇസ് എ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ സിസ്റ്റം ദാറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു എന്തിനൊക്കെ, ലൈഫ് സ്റ്റോക്ക്, ക്രോപ്പ് പ്രൊഡക്ഷൻ, ഫിഷ്, പൗൾട്രി, അങ്ങനെ പൗൾട്രി, ദെൻ ട്രീ ക്രോപ്സ്, പ്ലാന്റേഷൻ ക്രോപ്സ്. അതായത് നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ ക്രോപ്സ് മാത്രം കൾട്ടിവേറ്റ് ചെയ്യുന്നില്ല, അതിനോടൊപ്പം ലൈഫ് സ്റ്റോക്ക്, അതുപോലെ തന്നെ ഫിഷ്, പൗൾട്രി, ഇതിനെയൊക്കെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. എല്ലാ ക്രോപ്പിംഗ് സിസ്റ്റത്തിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, അതാണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇത്തരത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റുന്നു, നമുക്ക് പ്രൊഡക്ടിവിറ്റി പെർ യൂണിറ്റ് ഏരിയ കൂട്ടാൻ പറ്റുന്നു, സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് സാധ്യമാണ്, പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ്. ഇപ്പൊ നമ്മുടെ ക്രോപ്പിന്റെ വേസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പശു ഉണ്ടെങ്കിൽ പശുവിന് കൊടുക്കാം, ലൈഫ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിന് കൊടുക്കാം. അപ്പൊ അത്തരത്തിൽ നമുക്ക് ഒന്നിന്റെ വേസ്റ്റ് മറ്റൊന്നിന് ഉപയോഗിക്കാം. അപ്പൊ അത്തരത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് നടക്കും. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റ്സും എന്താണ്, ശരിയാണ്. ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എൻഹാൻസിങ് പ്രൊഡക്ടിവിറ്റി പെർ യൂണിറ്റ് ഏരിയ, ദെൻ സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് ആൻഡ് പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ ഈ 3 ഒബ്ജക്റ്റീവ്സും ശരിയാണ്. ഓക്കെ, അടുത്തതായിട്ട്, കളർ ഓഫ് ദ ടാഗ് യൂസ്ഡ് ടു ഐഡന്റിഫൈ രജിസ്റ്റേർഡ് സീഡ് ക്ലാസ്. രജിസ്റ്റേർഡ് സീഡ് ക്ലാസിന്റെ ക്ലാസ് ഓഫ് സീഡിന് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് കളർ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനു മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതുപോലെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ എക്സാംസിനും മിക്ക അഗ്രികൾച്ചറൽ കോമ്പറ്റേറ്റീവ് എക്സാമിനും ക്ലാസ് ഓഫ് സീഡിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിന്റെ കളറാണ്. ഒന്നെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കളർ, അതായത് ക്ലാസ് ഓഫ് സീഡിന്റെ കളർ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചോദിക്കാം. അതായത് ഇപ്പൊ രജിസ്റ്റേർഡ് സീഡിന്റെ കളറാണ് ചോദിച്ചിരിക്കുന്നത്, നേരെ മറിച്ച് ചോദിക്കും. ഇപ്പൊ ഏതെങ്കിലും ഒരു കളർ ഉപയോഗിച്ചിട്ടുള്ള
ക്ലാസ് ഓഫ് സീഡ് ഏതാണെന്ന് ചോദിക്കാം. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 4 ക്ലാസ് ഓഫ് സീഡ് ആണുള്ളത്: ബ്രീഡർ സീഡ്, ഫൗണ്ടേഷൻ സീഡ്, സർട്ടിഫൈഡ് സീഡ് ആൻഡ് രജിസ്റ്റേർഡ് സീഡ്. അപ്പോൾ ഓരോന്നിന്റെയും കളർ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയായിട്ട് ചോദിക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് കളർ ഓഫ് ദ ടാഗ് യൂസ്ഡ് ടു ഐഡന്റിഫൈ രജിസ്റ്റേർഡ് സീഡ് ക്ലാസ്. രജിസ്റ്റേർഡ് സീഡ് ക്ലാസ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കളർ എന്ന് പറയുന്നത് പർപ്പിൾ കളറാണ്. അപ്പം ബാക്കിയുള്ളവരോട് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് വൈറ്റ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ സീഡ്. നെക്സ്റ്റ് ഈസ് ബ്രീഡർ സീഡിന്റെ കളർ ഗോൾഡൻ യെല്ലോ കളറാണ്. നെക്സ്റ്റ് ഈസ് സർട്ടിഫൈഡ് സീഡ്, ദറ്റ് ഇസ് ബ്ലൂ കളർ. അപ്പൊ ഈ 4 കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഫൗണ്ടേഷൻ സീഡ് വൈറ്റ്, ബ്രീഡർ സീഡ് ഗോൾഡൻ യെല്ലോ, സർട്ടിഫൈഡ് സീഡ് ബ്ലൂ കളർ, ദെൻ രജിസ്റ്റേർഡ് സീഡ് പർപ്പിൾ കളർ. അപ്പൊ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കാമെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ്, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ. നെക്സ്റ്റ് ഇസ് വിച്ച് among the following is considered as queen of spices? Queen of spices ആർ അല്ലെങ്കിൽ ഏത് ക്രോപ്പ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കാർഡമം, ബി ക്ലോവ്, സി സിനമൺ, ഡി ബ്ലാക്ക് പെപ്പർ അല്ലെങ്കിൽ പെപ്പർ. ഇതിനകത്ത് ഏതാണ് ക്യൂൻ ഓഫ് സ്പൈസ്? കാർഡമം. കാർഡമത്തിനെയാണ് നമ്മൾ ക്യൂൻ ഓഫ് സ്പൈസ് എന്ന് പറയുന്നത്. അപ്പം കിങ് ഓഫ് സ്പൈസ് ഏതാണ്? പെപ്പർ, കുരുമുളക്. ബ്ലാക്ക് പെപ്പർ ആണ് കിങ് ഓഫ് സ്പൈസ്. ഓക്കെ. നെക്സ്റ്റ് ഇസ് വിച്ച് സീഡ് സോയിങ് മെത്തേഡ് ഹാസ് ദ ഹയസ്റ്റ് സീഡ് റേറ്റ്? ഏത് സീഡ് സോയിങ് മെത്തേഡിനാണ് സീഡ് റേറ്റ് കൂടുതൽ വേണ്ടതെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് ഡിഫറെന്റ് സോയിങ് മെത്തേഡ്സ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഈ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്ന 4 കാര്യങ്ങൾ തന്നെയാണ്. അതായത് ബ്രോഡ്കാസ്റ്റ്, ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് റാൻഡം സ്കാറ്ററിംഗ് ഓഫ് സീഡ് ഓൺ ദ സർഫസ് ഓഫ് സീഡ് ബെഡ്. ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ സീഡ് ബെഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ സീഡ്സിനെ നമ്മളിങ്ങനെ വിതറിയാണ്, സ്കാറ്റർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ യൂണിഫോമിറ്റി ഓഫ് ദ സീഡ് പ്ലേസിംഗ് ഇസ് നോട്ട് മെയിൻറ്റെയിൻ ആൻഡ് യൂഷ്വലി ഹയർ സീഡ് റേറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഇൻ ദ സിസ്റ്റം. ഇപ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്, ഹയർ സീഡ് റേറ്റ്. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് പ്രത്യേകിച്ച് ഒരു കണക്കില്ല, നമ്മൾ ഒരു കൈപ്പിടിയിൽ നമ്മൾ സീഡിനെ എടുത്തിട്ട് നമ്മൾ വിതറുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? യൂണിഫോം ആയിട്ട് സീഡ് പോയി വീഴണം എന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? കൂടുതലായിട്ട്, അതായത് പ്ലാന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സീഡ് റേറ്റ് കൂടുതൽ വേണം. അപ്പം ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മളൊരു സീഡ് സോയിങ് മെത്തേഡാണ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. Next is dibbling. Dibbling is the process of placing seeds in holes at definite depth and fixed spacing made in seed bed and covering them. ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ നമ്മൾ ഒരു സീഡ് ബെഡിൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ സ്പേസിങ് അനുസരിച്ച് ഓരോ ഹോൾസിലേക്ക് നമ്മൾ സീഡിനെ ഡിബിൾ ചെയ്യുന്നു. അപ്പം നമുക്ക് ഡിബ്ലർ എന്ന് പറയുന്ന എക്യുപ്മെന്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നമുക്ക് യൂഷ്വലി ചെയ്യാം. അപ്പൊ നമുക്ക് അതാണെന്ന് പറയുന്നത് ഡിബ്ലിംഗ് മെത്തേഡ്. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ലൈൻ സോയിങ് മെത്തേഡ്. എന്താണ്? ഒരു ലൈനിൽ പ്രോപ്പർ ആയിട്ട് നട്ടു പോകുന്നതുകൊണ്ട് നമുക്ക് അതിനെ ലൈൻ സോയിങ് എന്നും പറയാം. ഓക്കെ. നെക്സ്റ്റ് ഈസ് ഡ്രില്ലിംഗ്. ഡ്രില്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? സീഡ് ഡ്രിൽ ഉപയോഗിച്ച്, ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ സീഡ് ഡ്രിൽ ഉപയോഗിച്ച് നമ്മൾ കൺസിസ്റ്റിംഗ് ഓഫ് ഡ്രോപ്പിംഗ് ദ സീഡ്സ് ഇൻ ഫെറോ ലൈൻസ് ഇൻ എ കണ്ടിന്യൂസ് സ്ട്രീം ആൻഡ് കവറിംഗ് ദം വിത്ത് സോയിൽ. അപ്പൊ ഇതുപോലുള്ള സീഡ് ഡ്രില്ല്, ഇപ്പം ട്രാക്ടർ ഡ്രോണോ അല്ലെങ്കിൽ അനിമൽ ഡ്രോണോ ടൈപ്പ് ആയിട്ടുള്ള സീഡ് ഡ്രിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ വിത്ത് പാകുന്നതിന് അല്ലെങ്കിൽ സോ ചെയ്യുന്നതിന് ഒരു മെത്തേഡാണ് ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഇസ് ട്രാൻസ്പ്ലാന്റിംഗ്. ട്രാൻസ്പ്ലാന്റിംഗ് എന്ന് വെച്ചാൽ എന്താ? റേസിംഗ് ദ സീഡ്ലിങ്സ് ഇൻ നഴ്സറി ബെഡ് ആൻഡ് ദെൻ പ്ലാന്റിംഗ് ഇൻ ദ സീഡ്ലിങ്സ് ഇൻ അനദർ ഫീൽഡ്. അതായത് നമ്മൾ ആദ്യം നമ്മുടെ മെയിൻ ഫീൽഡിലേക്ക് ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? മെയിൻ ഫീൽഡിലേക്ക് ഡയറക്റ്റ് നമ്മൾ സീഡിനെ ബ്രോഡ്കാസ്റ്റ് അല്ലെങ്കിൽ വിതറുകയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമുക്കൊരു നഴ്സറി ഉണ്ടായിരിക്കും. നഴ്സറിയിൽ നമ്മൾ സീഡ്ലിംഗ് റേസ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ മെയിൻ ഫീൽഡിലേക്ക് പറിച്ചു നടും. ഇപ്പം റൈസിന്റെ ഒക്കെ കേസിൽ നമുക്ക് എപ്പോഴും ഒരു നഴ്സറി ഉണ്ടായിരിക്കും. കോമൺ ആയിട്ട് ട്രാൻസ്പ്ലാന്റിംഗ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്ന. ഒരു നഴ്സറി ഉണ്ടായിരിക്കും. നഴ്സറിയിൽ നമ്മൾ സീഡ്ലിങ്സ് ഉണ്ടാക്കിയതിന് ശേഷം അതിനെ നമ്മൾ മെയിൻ ഫീൽഡിലേക്ക് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു. കോമൺലി അത് പാഡി അതുപോലെ വെജിറ്റബിൾ ഫ്ലവർ ക്രോപ്സിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എക്യുപ്മെന്റ് യൂസ്ഡ് ഫോർ പ്ലാന്റിംഗ് ദ സീഡ്ലിംഗ് ഇൻ ദ മെയിൻ ഫീൽഡ് ഇസ് കോൾഡ് ട്രാൻസ്പ്ലാന്റർ. അപ്പൊ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാണ്. അപ്പൊ റൈസിലൊക്കെ നമുക്ക് പാഡി ട്രാൻസ്പ്ലാന്റർ ഒക്കെ ഉണ്ട്. അപ്പൊ ഒരു ലാർജ് ഏരിയയിലേക്ക് നമുക്ക് സീഡ്ലിങ്സിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ. അപ്പൊ എന്താണ് ട്രാൻസ്പ്ലാന്റിംഗ് എന്നുള്ളത് മനസ്സിലായി. ഇപ്പൊ 4 മെത്തേഡ്സ് ആണ്: ബ്രോഡ്കാസ്റ്റിംഗ്, ഡിബ്ലിംഗ്, ഡ്രില്ലിംഗ് ആൻഡ് ട്രാൻസ്പ്ലാന്റിംഗ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതിനകത്ത് ഏത് മെത്തേഡിനാണ് സീഡ് റേറ്റ് കൂടുതൽ വേണ്ടത്? ബ്രോഡ്കാസ്റ്റിംഗ് മെത്തേഡിനാണ് സീഡ് റേറ്റ് കൂടുതൽ വേണ്ടത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ അതായിരുന്നു, വിച്ച് സീഡ് സോയിങ് മെത്തേഡ് ഹാസ് ദ ഹയസ്റ്റ് സീഡ് റേറ്റ്? അതായത് ഏത് മെത്തേഡിനാണ് ഹയസ്റ്റ് സീഡ് റേറ്റ് വേണ്ടത്? ഏതിനാണ്? ബ്രോഡ്കാസ്റ്റിംഗിനാണ് സീഡ് റേറ്റ് കൂടുതലായിട്ട് വേണ്ടത്. ഓക്കെ. അടുത്തതായിട്ട് ഷാരിക, മാലിക ആൻഡ് ലോല ആർ ദ വെറൈറ്റീസ്. ഈ 3 വെറൈറ്റീസും ഏത് ക്രോപ്പിൻ്റെതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഓപ്ഷൻ എ റൈസ്, ഓപ്ഷൻ ബി കൗപ്പി, സി ടൊമാറ്റോ, ഡി കാഷ്യൂ. ഇതിനകത്ത് ഏതിന്റെ വെറൈറ്റി, ഏത് ക്രോപ്പിന്റെ വെറൈറ്റി എന്നുള്ളതാണ് നമുക്ക് ആൻസർ നോക്കാം.
ആൻസർ ഈസ് കൗപ്പി. കൗപ്പിയുടെ 3 KU വെറൈറ്റീസ്, അതായത് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്തിട്ടുള്ള 3 വെറൈറ്റീസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ നിങ്ങളോട് പറയാനുള്ളത്, പല കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റിന്റെ 2017 ക്വസ്റ്റും അതുപോലെ തന്നെ SC ST റിക്രൂട്ട്മെന്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വെറൈറ്റീസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ വെറൈറ്റീസ് ഒക്കെ എങ്ങനെ പഠിക്കാൻ പറ്റും, അതായത് നമുക്ക് എസ്പെഷ്യലി കേരളത്തിൽ നിന്ന് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്തിട്ടുള്ള വെറൈറ്റീസും അതുപോലെ തന്നെ ഓരോ ക്രോപ്സിന്റെ കൾട്ടിവേഷൻ പ്രാക്ടീസസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ബുക്കാണ്. ദാറ്റ് ഈസ് പാക്കേജ് ഓഫ് പ്രാക്ടീസ്, POP. ഇത് 2016 ലേറ്റസ്റ്റ് വേർഷൻ. അപ്പൊ ഈ ഒരു POPയിൽ ഓരോ ക്രോപ്സിന്റെയും കൾട്ടിവേഷൻ ആസ്പെക്ട്സ്, സ്പേസിങ്, വെറൈറ്റീസ് ഒക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ POP വായിച്ചിരിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾ 2017 അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ ഇപ്പൊ 2017 അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും തന്നെയും മിക്ക ക്വസ്റ്റ്യൻസും മെജോറിറ്റി ക്വസ്റ്റ്യൻസ് തന്നെ POPയിൽ നിന്ന് POPയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെറൈറ്റീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി ഞാൻ പറയുന്നു KU കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്തിട്ടുള്ള വെറൈറ്റീസ് അറിഞ്ഞിരിക്കുക. ഇപ്പൊ ഈ 3 വെറൈറ്റീസും ശാരിക, മാലിക ആൻഡ് ലോല എന്ന് പറയുന്നത് 3 കൗപ്പിയുടെ വെറൈറ്റീസ് ആണ്. ഇനി ചില ക്രോപ്സ് എടുക്കുമ്പോൾ വെറൈറ്റീസിന് ചില സ്പെസിഫിക് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പം റൈസിന്റെ കേസിലാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രോപ്സിന്റെ ഒക്കെ ആണെങ്കിലും ഷോർട്ട് ഡ്യൂറേഷൻ വെറൈറ്റി, മീഡിയം ഡ്യൂറേഷൻ വെറൈറ്റി, അപ്പം നമ്മൾ കൃഷി ചെയ്യുന്ന കാലയളവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ചില ഡിസീസസ് ലൈക്ക് ബാക്ടീരിയൽ വിൽറ്റ്, ബാക്ടീരിയൽ വാട്ടത്തിനെ പ്രതിരോധിക്കുന്ന വെറൈറ്റീസ്, അപ്പൊ അങ്ങനെ സ്പെസിഫിക് ക്യാരക്ടേഴ്സ് ഉള്ള വെറൈറ്റീസ് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പം നമുക്ക് ഈ എക്സാമിന് ചോദിച്ച മറ്റൊരു ക്വസ്റ്റൻ ആണ് ബാക്ടീരിയൽ വിൽറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന ചില്ലിയുടെ ഒരു വെറൈറ്റി ഒരു ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്ന് പറയുമ്പോൾ നമ്മൾ എന്തറിഞ്ഞിരിക്കണം, അപ്പം ചില്ലിയുടെ വെറൈറ്റീസ് അറിഞ്ഞിരിക്കുക. അതിനകത്ത് തന്നെ ബാക്ടീരിയൽ വിൽറ്റി റെസിസ്റ്റന്റ് വെറൈറ്റീസ് ഏതൊക്കെയാണ്. അപ്പം അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ഉള്ള വെറൈറ്റീസ് പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പം POP വായിച്ചിരിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. POP അത്യാവശ്യം നല്ല രീതിയിൽ വായിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മെജോറിറ്റി ഒരു പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഇസ് ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ത്രൂ ഇറിഗേഷൻ വാട്ടർ. ഇറിഗേഷൻ വാട്ടറിന്റെ കൂടെ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യുന്ന ആ മെത്തേഡിനെ പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ A ഫ്യൂമിഗേഷൻ, B ഫെർട്ടിഗേഷൻ, C ഫോളിയാർ സ്പ്രേ ആൻഡ് D മൈക്രോ ഇറിഗേഷൻ. ഇതിൽ ഏതാണ് ആൻസർ നോക്കാം. ആൻസർ ഈസ് ഫെർട്ടിഗേഷൻ. അപ്പൊ ഫെർട്ടിഗേഷൻ എന്നുള്ള ടേമിൽ തന്നെയുണ്ട്, അതെന്താണ് ഫെർട്ടിലൈസർ പ്ലസ് ഇറിഗേഷൻ, അതാണ് ഫെർട്ടിഗേഷൻ. അപ്പൊ നമ്മൾ ഇറിഗേഷൻ വാട്ടറിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, വളം ഫെർട്ടിലൈസറോടെ ഒരുമിച്ച് കൊടുക്കുന്നതിനാണ് നമ്മൾ ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് സാധാരണഗതിയിൽ ഇത് ഫോളോ ചെയ്യുന്നത് നമ്മൾ മൈക്രോ ഇറിഗേഷൻ, ഡിഫറെന്റ് ഇറിഗേഷൻ മെത്തേഡ്സ് പഠിക്കും. അതിനകത്ത് മൈക്രോ ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ, അതുപോലെ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. അപ്പൊ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനിൽ എന്ത് ചെയ്യുന്നു, ഡ്രിപ്പ് ലൈനിൽ കൂടെ നമ്മൾ ഫെർട്ടിലൈസർ ഇറിഗേഷൻ വാട്ടറിനോടൊപ്പം ഫെർട്ടിലൈസറോട് കൊടുക്കുന്ന ആ ഒരു മെത്തേഡിനെയാണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഈസ് ബെസ്റ്റ് സ്പീഷീസ് ഓഫ് എർത്ത് വേം ഫോർ വെർമി കമ്പോസ്റ്റിംഗ് അണ്ടർ കേരള കണ്ടീഷൻ. കേരള കണ്ടീഷനിൽ നമ്മൾ വെർമി കമ്പോസ്റ്റിംഗ് യൂസ് ചെയ്യുന്ന എർത്ത് വേം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ A യൂട്രിലസ് യൂജീന, B എസ്റ്റിന ഫീറ്റിഡ, ദെൻ ലൂബ്രിക്കസ് റുബെല്ലസ്, D നൺ ഓഫ് ദ എബോവ്. അപ്പൊ ഇതേ സിമിലർ പാറ്റേൺ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. യൂട്രിലസ് യൂജീന എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പീഷ്യസ് ആണ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഓപ്ഷൻ വെർമി കമ്പോസ്റ്റിംഗ്, ഇതേ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് എക്സാമിന് തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഈ ഒരു പാറ്റേൺ ഇത് അറിഞ്ഞിരിക്കുക. വെർമി കമ്പോസ്റ്റിംഗിന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എർത്ത് വേം ഏതാണ്, ദാറ്റ് ഈസ് യൂട്രിലസ് യൂജീന. യൂട്രിലസ് യൂജീനയാണ് ആൻസർ. അപ്പം ഇതെന്ന് പറയുന്നത് അറിഞ്ഞിരിക്കുക. ഒന്നെങ്കിൽ ഇത് തിരിച്ചു ചോദിക്കാം, യൂട്രിലസ് യൂജീന എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എന്ത് ചോദിക്കാം, ഇതിപ്പോ നമ്മുടെ ക്വസ്റ്റൻ ആയത് ബെസ്റ്റ് സ്പീഷീസ് ഓഫ് എർത്ത് വേം ഫോർ വെർമി കമ്പോസ്റ്റിംഗ് അണ്ടർ കേരള കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഇതും POPയുടെ ഏറ്റവും അവസാന ഭാഗത്തായിട്ട് വെർമി കമ്പോസ്റ്റിംഗ് അതിന് ഉപയോഗിക്കുന്നതിന്റെ മെത്തേഡ് എങ്ങനെയാണ്, അതിന്റെ കോമൺ ആയിട്ടുള്ള എർത്ത് വേം സ്പീഷീസ് ഏതാണ്, ഇതൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് യൂട്രിലസ് യൂജീന. ഓക്കെ, നെക്സ്റ്റ് ഇസ് കൈറ ഡിസീസ് ഓഫ് റൈസ് ഈസ് ഡ്യൂ ടു ദി ഡെഫിഷ്യൻസി ഓഫ്. എന്തിന്റെ ഡെഫിഷ്യൻസിയാണ് കൈറ ഡിസീസ് ഉണ്ടാക്കുന്നതാണ്. അയൺ, മാംഗനീസ്, സിങ്ക് ആൻഡ് മോളിബ്ഡൻ. എന്തിന്റെ ഡെഫിഷ്യൻസിയാണ്. ആൻസർ ഇസ് സിങ്കിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഒരു ഫിസിയോളജിക്കൽ ഡിസോർഡർ അല്ലെങ്കിൽ ഒരു ഡിസീസ് ആണ് കൈറ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പം ഓക്കെ, ഇതിപ്പോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടും അതുപോലെ തന്നെ ടോക്സിസിറ്റി കൊണ്ടും പലതരത്തിലുള്ള ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പല ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതിന്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ കോമൺ ആയിട്ടുള്ള ഒരു റൈസിലെ ഒരു ഡിസീസ് ആണ്, ദാറ്റ് ഈസ് കൈറ ഡിസീസ്. അത് എന്തിന്റെ അഭാവം മൂലം ഉണ്ടാവുന്നതാണ്, സിങ്കിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്നതാണ്. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെലക്ട് ദ കോൺസെൻട്രേറ്റഡ് ഓർഗാനിക് മെനുവേഴ്സ് ഫ്രം ദ ഫോളോയിങ്. ഏതൊക്കെയാണ്? നീം കേക്ക്, ഫാം യാർഡ് മെനുവർ, കമ്പോസ്റ്റ് ആൻഡ് ബോൺ മീൽ. ഇതിനകത്ത് നിന്ന് കോൺസെൻട്രേറ്റഡ് ഓർഗാനിക് മെനുവേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് സെലക്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അതിന് മുന്നേ നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓർഗാനിക് മെനുവേഴ്സിനെ നമുക്ക് പ്രധാനമായിട്ടും ബൾക്കി ഓർഗാനിക് മെനുവേഴ്സും കോൺസെൻട്രേറ്റഡ് ഓർഗാനിക് മെനുവേഴ്സും ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ബൾക്കി ഓർഗാനിക് മെനുവേഴ്സ്. ബൾക്കി ഓർഗാനിക് മെനുവേഴ്സ് പറയുമ്പോൾ പേരിൽ തന്നെയുണ്ട് ബൾക്കി, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഓർഗാനിക് മെനുവേഴ്സിന് കൂടുതലായിട്ട് കൊടുക്കണം. അപ്പം ബൾക്കി ഓർഗാനിക് മെനുവേഴ്സിന്റെ എക്സാമ്പിൾസ് നമുക്ക് ആദ്യം നോക്കാം. ഫാം യാർഡ് മെനുവർ, കമ്പോസ്റ്റ്, ഗ്രീൻ മെനുവേഴ്സ് ഒക്കെയാണ്. അപ്പം ബൾക്കി ഓർഗാനിക് മെനുവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വാണ്ടിറ്റിയിൽ നമ്മൾ കൂടുതൽ കൊടുക്കണം. അതിന്റെ ന്യൂട്രിയൻ കണ്ടന്റ് കുറവായിരിക്കും. അപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ കൊടുത്തെങ്കിലേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു എമൗണ്ട് നമുക്ക് ചെടിക്ക് കിട്ടുള്ളൂ. അതായത് ബൾക്കി ഓർഗാനിക് മിനറൽസ്. ബൾക്കി അതായത് ബൾക്കായിട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളത്, കുറച്ച് കൂടുതൽ കൊടുക്കണം എന്നുള്ളത് ഓർത്തിരിക്കാം. കോൺസെൻട്രേറ്റഡ് ഓർഗാനിക് മെനുവേഴ്സ് പറയുമ്പോൾ കോൺസെൻട്രേറ്റഡ് ഫോം, അതായത് നമുക്ക് അതിന്റെ ആ ഒരു കുറച്ച് കൊടുത്താൽ മതി, നമുക്ക് വേണ്ട എമൗണ്ട് നമുക്ക് അതിന് കിട്ടും. അതാണ് കോൺസെൻട്രേറ്റഡ് ഓർഗാനിക് മെനുവേഴ്സ്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഓയിൽ കേക്ക്സ്, ബ്ലഡ് മീൽ, മീറ്റ് മീൽ ഒക്കെ. അപ്പൊ അതിനകത്ത് ഓയിൽ കേക്സിന് നമുക്ക് നോൺ എഡിബിൾ എന്നും എഡിബിൾ എന്നും, അപ്പം ഇത് എഡിബിൾ നോൺ എഡിബിൾ പറയുന്നതും കാറ്റിൽസിന് കഴിക്കാൻ പറ്റുന്ന, കാറ്റിൽസിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ എഡിബിൾ എന്നും നോൺ എഡിബിൾ എന്നും പറയുന്നത്. നോൺ എഡിബിളിന് എക്സാമ്പിൾ ആണ് മഹുവ കേക്ക്, നീം ഓയിൽ കേക്ക് ഒക്കെ. എഡിബിളിന് എക്സാമ്പിൾ ആണ് മസ്റ്റാർഡ് ഓയിൽ കേക്ക്, ഗ്രൗണ്ട് നട്ട് കേക്ക്. ഓക്കെ, നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക് എന്നൊക്കെ പറയുന്ന കാര്യമാണ് ഈ പറയുന്ന ഓയിൽ കേക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഓർഗാനിക് മെനുവേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ. എങ്ങനെയൊക്കെയാണ് ബൾക്കി ഓർഗാനിക് മെനുവേഴ്സും കോൺസെൻട്രേറ്റഡ് ഓർഗാനിക് മെനുവേഴ്സും. ബൾക്കി ഓർഗാനിക് മെനുവേഴ്സിന്റെ എക്സാമ്പിൾ ആണ് ഫാം യാർഡ് മെനുവർ, കമ്പോസ്റ്റ്, ഗ്രീൻ മെനുവേഴ്സ് ഒക്കെ. കോൺസെൻട്രേറ്റഡ് ഓർഗാനിക് മെനുവേഴ്സിന്റെ എക്സാമ്പിൾ ആണ് ഓയിൽ കേക്ക്സ്, ബ്ലഡ് മീൽ, മീറ്റ് മീൽ ഒക്കെ. അതിനകത്ത് ഓയിൽ കേക്ക് തന്നെ നോൺ എഡിബിളും എഡിബിളും ഉണ്ട്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റൻ എന്തായിരുന്നു, ഇതിനകത്ത് ഏതാണ് കോൺസെൻട്രേറ്റഡ് ഓർഗാനിക് മെനുവേഴ്സ്? ഇപ്പം ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആൻസർ ഏതൊക്കെയാണ്? 1 and 4, അതായത് നീം കേക്കും ബോൺ മീലും. ഇത് രണ്ടുമാണ് കോൺസെൻട്രേറ്റഡ് ഓർഗാനിക് മെനുവേഴ്സിന് എക്സാമ്പിൾ. ബാക്കി നോക്കിയേ, ഫാം യാർഡ് മെനുവറും കമ്പോസ്റ്റും എന്തിന് എക്സാമ്പിൾ ആണ്? ബൾക്കി ഓർഗാനിക് മെനുവേഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അടുത്തതായിട്ട് ദ ടോക്സിസിറ്റി ലേബൽ ഇൻ എ പെസ്റ്റിസൈഡ് ബോട്ടിൽ ഷോസ് ബ്ലൂ കളർ. ഒരു പെസ്റ്റിസൈഡ് ബോട്ടിലിൽ ബ്ലൂ കളർ ടോക്സിസിറ്റി ലേബൽ കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഏത് കൈൻഡ് ഓഫ് പെസ്റ്റിസൈഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ അതിന് മുന്നേ ഈ ടോക്സിസിറ്റി ലേബൽസ് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ പെസ്റ്റിസൈഡ് വാങ്ങുമ്പോൾ, പെസ്റ്റിസൈഡ് വാങ്ങുന്ന ബോട്ടിലിന്റെ ബാക്കിൽ ഇതുപോലെ ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ പലതരത്തിലുള്ള കളറിലുള്ള ലേബൽ, ഏതെങ്കിലും ഒരു കളർ ലേബൽ കാണും. അപ്പൊ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള ക്ലാസ് ഓഫ് ടോക്സിസിറ്റി ആണ്. അപ്പൊ നമുക്ക് ആ ഡിഗ്രി ഓഫ് ടോക്സിസിറ്റി നോക്കാം. പച്ച കളറിലുള്ള ഗ്രീൻ കളർ ആണെങ്കിൽ ദറ്റ് ഈസ് സ്ലൈറ്റ്ലി ടോക്സിക് ആയിരിക്കും. ബ്ലൂ ആണെങ്കിൽ ദറ്റ് ഈസ് മോഡറേറ്റ്ലി ടോക്സിക് ആയിരിക്കും. യെല്ലോ ആണെങ്കിൽ ഹൈലി ടോക്സിക് ആയിരിക്കും. റെഡ് ആണെങ്കിൽ എന്തായിരിക്കും? എക്സ്ട്രീംലി ടോക്സിക് ആയിരിക്കും. അപ്പൊ ഈ ഒരു കളർ കോമ്പിനേഷൻ, അതായത് ഡിഗ്രി ഓഫ് ടോക്സിസിറ്റി ഓഫ് ഇൻസെക്ടിസൈഡ്സ്. അപ്പൊ നമ്മൾ ഏതൊരു ഇൻസെക്ടിസൈഡ് ബോട്ടിൽ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു കളർ കാണും. ആ കളർ ഓരോ ടോക്സിസിറ്റി ലെവലിനെ ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഗ്രീൻ ആണെങ്കിൽ സ്ലൈറ്റ്ലി ടോക്സിക്, ബ്ലൂ ആണെങ്കിൽ മോഡറേറ്റ്ലി ടോക്സിക്, യെല്ലോ ആണെങ്കിൽ ഹൈലി ടോക്സിക്, റെഡ് ആണെങ്കിൽ എക്സ്ട്രീംലി ടോക്സിക്. അപ്പൊ നമ്മുടെ ക്വസ്റ്റൻ എന്തായിരുന്നു? The toxicity label in a pesticide bottle shows blue color. ബ്ലൂ കളർ ആണെങ്കിൽ എന്താണ്? ദാറ്റ് ഇസ് ആൻസർ ഈസ് ബി, ദാറ്റ് ഇസ് മോഡറേറ്റ്ലി ടോക്സിക് ആയിരിക്കും ബ്ലൂ ആണെങ്കിൽ. അപ്പൊ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. ഇത് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ക്ലാസ് ഓഫ് സീഡ് പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചോദിക്കാം. ഇപ്പോൾ ഒരു ടോക്സിസിറ്റി ക്ലാസ് തന്നിട്ട് അത് ഏത് കളറിലായിരിക്കും ലേബൽ ചെയ്യുന്നത്, 4 കളർ ആയിരിക്കും ഓപ്ഷൻസ് തരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, അതായത് ഈ ഒരു കളറും ഏത് ടോക്സിസിറ്റി ലെവലാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തതായിട്ട് ഫെറമോൺ ട്രാപ്പ് യൂസ്ഡ് ഫോർ ദ കൺട്രോൾ ഓഫ് ഫ്രൂട്ട് ഫ്ലൈ ഇൻ കുക്കുർ ബിറ്റ്സ്. കുക്കുർ ബിറ്റ്സിൽ ഫ്രൂട്ട് ഫ്ലൈയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫെറമോൺ ട്രാപ്പ് ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇൻസെക്ട് മാനേജ്മെന്റ് പഠിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള കൺട്രോൾ മെഷേഴ്സ് പഠിക്കും. അതിനകത്ത് ട്രാപ്സ് പഠിക്കും. ട്രാപ്സ് പഠിക്കുമ്പോൾ ഫെറമോൺ ട്രാപ്സ് പഠിക്കും. പലതരത്തിലുള്ള ഫെറമോൺ ട്രാപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് ഫ്രൂട്ട് ഫ്ലൈയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, കുക്കർ ബിറ്റ്സിൽ ഫ്രൂട്ട് ഫ്ലൈയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ക്യൂലിയർ. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക ക്യൂലിയർ. ഇനി ബാക്കി 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, റൈനോ ലിയറും അതുപോലെ ഫെറോ ലിയറും. റൈനോ ലിയർ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട്, ദാറ്റ് ഈസ് റൈനോസറസ് ബീറ്റിലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫെറമോൺ ട്രാപ്പാണ് റൈനോ ലിയർ. ദെൻ ഫെറോ ലിയർ എന്ന് പറയുമ്പോൾ റെഡ് പാം വീവിൾ, ദാറ്റ് ഈസ് റിങ്കോഫോറസ് ഫെറൂജീനിയസ് എന്നാണ് റെഡ് പാം വീവിളിന്റെ സയന്റിഫിക് നെയിം. അതിനകത്ത് ഫെറൂജീനിയസ്. അപ്പം ഫെറോ ലിയർ എന്ന് പറയുന്നത് റെഡ് പാം വീവിളിനെ കൺട്രോൾ ചെയ്യാനുള്ള ഫെറമോൺ ട്രാപ്പാണ്. നമ്മുടെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് കുക്കർ ബിറ്റ്സിലെ ഫ്രൂട്ട് ഫ്ലൈയെ കൺട്രോൾ ചെയ്യാൻ ഏതാണെന്നുള്ളതായിരുന്നു. ദാറ്റ് ഈസ് ആൻസർ ഈസ് ക്യൂലിയർ. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ ഫെറമോൺ ട്രാപ്സ്. നെക്സ്റ്റ് ഇസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫെർട്ടിലൈസർ കണ്ടെയ്ൻസ് ഹയസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ. നൈട്രജന്റെ കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതൽ ഏത് ഫെർട്ടിലൈസർ എന്നുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻ എ അമോണിയം സൾഫേറ്റ്, ദെൻ ബി കാൽസ്യം അമോണിയം നൈട്രേറ്റ്,
യൂറിയ, ദെൻ അമോണിയം ഫോസ്ഫേറ്റ്. ഇതിൽ ഏതിനകത്താണ് ഹയസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ? അപ്പൊ നമുക്ക് ഡിഫറെന്റ് ക്ലാസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. നൈട്രജൻ ഫെർട്ടിലൈസർ, ഫോസ്ഫറസ് ഫെർട്ടിലൈസർ, അങ്ങനെ. അപ്പൊ നമ്മൾ ഈ POP തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ഫെർട്ടിലൈസറും അതിന്റെ ഫെർട്ടിലൈസർ ഓരോ കോൺസെൻട്രേഷനും ന്യൂട്രിയൻ കോൺസെൻട്രേഷനും. അപ്പൊ ആ ഒരു ഏരിയ നമ്മൾ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത്തരത്തിൽ നോക്കുമ്പോൾ യൂറിയയിലാണ് നൈട്രജന്റെ കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതലുള്ളത്. യൂറിയയിലാണ് നൈട്രജന്റെ കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ. നെക്സ്റ്റ് ഇസ് എ പെർമിറ്റഡ് കെമിക്കൽ ഫംഗിസൈഡ് ഫോർ ഓർഗാനിക് ഫാമിംഗ്. അപ്പൊ ഓർഗാനിക് ഫാമിങ്ങിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പെർമിറ്റ് ചെയ്തിട്ടുള്ള ഒരു കെമിക്കൽ ഫംഗിസൈഡ്. എന്താണ് ഓർഗാനിക് ഫാമിംഗ് എന്ന് എല്ലാവർക്കും അറിയാം. ജൈവ കൃഷി രീതി. അതായത് ഓർഗാനിക് ഫാമിങ്ങിൽ നമ്മൾ എന്താണ് ഓർഗാനിക് ആയിട്ടുള്ള കമ്പോണൻസ് ആണ് യൂസ് ചെയ്യുന്നത്. കെമിക്കൽ ഫംഗിസൈഡോ അല്ലെങ്കിൽ പെസ്റ്റിസൈഡോ ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യില്ല. ജൈവ കൃഷി രീതിയിലെല്ലാം നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള കമ്പോണൻസ് ആണ്. അപ്പൊ നമ്മൾ ഓർഗാനിക് ഫാമിംഗിൽ നമുക്ക് ഒരു കെമിക്കൽ ഫംഗിസൈഡ് പെർമിറ്റഡ് ആണ്, ഉപയോഗിക്കാൻ പെർമിറ്റ് ചെയ്തിട്ടുള്ള ഒരു കെമിക്കൽ ഫംഗിസൈഡ് ഉണ്ട്. അത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ മാങ്കോസെപ്പ്, ദെൻ ബോഡോക് മിക്സർ, ദെൻ സിനബ്, ബാവിസ്റ്റ്. ഇതിനകത്ത് ഏതാണ് നമുക്ക് ഓർഗാനിക് ഫാമിങ്ങിന് പെർമിറ്റഡ് ആയിട്ടുള്ളത്? ആൻസർ ഈസ് ബോഡോ മിക്സർ. ബോഡോ മിശ്രിതമാണ് നമുക്ക് ഓർഗാനിക് ഫാമിങ്ങിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള കെമിക്കൽ ഫംഗിസൈഡ്. ഓക്കെ. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ കമ്പോണന്റ് ഓഫ് IPM? IPM എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ദാറ്റ് ഈസ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. IPM എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് ആണ്. ഇതിന്റെ കമ്പോണന്റ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് IPM കമ്പോണൻസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. IPM എന്ന് പറയുമ്പോൾ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. അപ്പം പെസ്റ്റ് മാനേജ്മെന്റ് പല മെത്തേഡ്സ് ഉണ്ട്. കൾച്ചറൽ മെത്തേഡ്, ഫിസിക്കൽ മെത്തേഡ്, ബയോളജിക്കൽ മെത്തേഡ്, കെമിക്കൽ മെത്തേഡ്, അങ്ങനെയുണ്ട്. നമ്മൾ ഓരോ മെത്തേഡ്സും എൻഡമോളജിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. അപ്പൊ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന കൺട്രോൾ മെഷേഴ്സിനെയൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പെസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റമാണ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ അതിന്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്? കൾച്ചറൽ മെത്തേഡ്, ഫിസിക്കൽ മെത്തേഡ്, ബയോളജിക്കൽ മെത്തേഡ് ആൻഡ് കെമിക്കൽ മെത്തേഡ് എല്ലാം ഉണ്ട് അപ്പൊ ആ കമ്പോണന്റ് ആയിട്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റൻ എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കമ്പോണന്റ് ഓഫ് IPM എന്നുള്ളതാണ്. അപ്പൊ ഈ 3 കമ്പോണൻസും, അതായത് സ്പ്രേയിങ് മാലത്തയോൺ ഫോർ ഇൻസെക്ട് പെസ്റ്റ് കൺട്രോൾ, അതൊരു കെമിക്കൽ മെത്തേഡാണ്. ദെൻ സോയിൽ സോളറൈസേഷൻ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു കൾച്ചറൽ മെത്തേഡാണ്. ദെൻ യൂസിങ് മാരിഗോൾഡ് ആസ് ട്രാപ്പ് ക്രോപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാപ്പ് ക്രോപ്പിംഗിന്റെ കാര്യം. അപ്പൊ ഈ പറയുന്ന എല്ലാം നമ്മൾ ഈ പറയുന്ന എല്ലാ കമ്പോണൻസിനെയും ഇന്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ എന്താണ് ആൻസർ എന്ന് പറയുന്നത്? ഓൾ ഓഫ് ദ അബവ്. എല്ലാം തന്നെയും ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റിന്റെ കമ്പോണൻസ് ആണ്. ഏതൊക്കെയായിരുന്നു? സ്പ്രേയിങ് മാലത്തയോൺ ഫോർ ഇൻസെക്ട് പെസ്റ്റ് കൺട്രോൾ, ദെൻ സോയിൽ സോളറൈസേഷൻ, യൂസിങ് മാരിഗോൾഡ് ആസ് ട്രാപ്പ് ക്രോപ്പ്. അപ്പൊ ഈ ഒരു കമ്പോണൻസ് ഓർത്തിരിക്കുക. ഇതിനെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ട്രെയിനിങ് ഓഫ് ലിവിംഗ് shrubs ആൻഡ് ട്രീസ് ഇൻ ടു ഷേപ്സ് ഓഫ് ആനിമൽസ് ആൻഡ് ഡിഫറെന്റ് ഡിസൈൻസ് ഈസ് കാൾഡ്. ഓക്കെ. അപ്പൊ ഇത് ഏത് മെത്തേഡ് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ടോപ്പിയറി, ട്രോഫി, ബോൺസായി ആൻഡ് ഡിസ്ബെഡ്. ഈ ഓപ്ഷൻസ് ഒക്കെ തന്നെ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ എന്ന് നോക്കാം. ആൻസർ ഇസ് ടോപ്പിയറി. അതായത് നമ്മൾ ഒരു ലിവിംഗ് shrubsനെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രെയിനിങ് ആൻഡ് പ്രൂണിംഗ് മെത്തേഡ്സ് പഠിക്കും. അതിനകത്ത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ട്രെയിനിങ് മെത്തേഡാണ് ടോപ്പിയറി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ട്രീസിനെ അല്ലെങ്കിൽ shrubsനെ പല ഷേപ്സിലേക്ക് നമ്മൾ ട്രെയിൻ ചെയ്തു. അല്ലെങ്കിൽ ആനിമൽസിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും റെക്ടാങ്കുലർ ഷേപ്പ് അല്ലെങ്കിൽ അങ്ങനെ പല ഷേപ്സിലേക്ക് നമ്മൾ ട്രെയിൻ ചെയ്ത് നിർത്തുന്ന ഒരു രീതിയാണ് ടോപ്പിയറി എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചർ ആണ് നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ്? ട്രെയിനിങ് ദ ഓർണമെന്റൽ പ്ലാന്റ്സ് ടു ഡിഫറെന്റ് ഷേപ്സ് ലൈക്ക് സിലിണ്ടറിക്കൽ ഓർ റെക്ടാംഗുലർ or resembling the shape of animals or birds is called topiary. It is mainly done for aesthetic purpose. Aesthetic purpose നമ്മൾ ഗാർഡൻസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ആനിമൽസിന്റെ ഒക്കെ ഷേപ്പിൽ നമ്മൾ ട്രീസിനെ അല്ലെങ്കിൽ shrubsനെ നമ്മൾ കട്ട് ചെയ്ത് ട്രെയിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനെ പറയുന്ന പേര് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ദാറ്റ് ഈസ് ടോപ്പിയറി. ഓക്കെ. ടോപ്പിയറി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ട്രെയിനിങ് ഓഫ് ലിവിംഗ് shrubs ആൻഡ് ട്രീസ് ഇൻ ടു ഷേപ്സ് ഓഫ് ആനിമൽ, പ്ലാന്റ്സ് ആൻഡ് ഡിഫറെന്റ് ഡിസൈൻസ് ഈസ് കാൾഡ് ടോപ്പിയറി. ഇനി ട്രോഫി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു ഗാർഡൻ കമ്പോണന്റ് ആണ്. അപ്പൊ നമ്മൾ ആ ഒരു ക്ലാസ് ഹോർട്ടിക്കൾച്ചറിൽ നമ്മൾ ഡിഫറെന്റ് കമ്പോണൻസ് പഠിക്കുമ്പോൾ ട്രോഫി, ടോപ്പിയറി, ബോൺസായി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ്. ട്രോഫി എന്ന് പറയുന്നത് നമ്മളൊരു സെൻട്രൽ ഒബ്ജക്റ്റിന് ചുറ്റും നമ്മൾ പോട്ടഡ് പ്ലാന്റ്സിനെ അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ട്രോഫി എന്ന് പറയുന്നത്. ബോൺസായി നമുക്കറിയാം എന്താണ് മിനിയേച്ചർ ഫോം, പ്ലാന്റ്സിന്റെ മിനിയേച്ചർ ഫോം. നിങ്ങൾക്ക് എല്ലാവർക്കും ബോൺസായി പ്ലാന്റ്സ് കണ്ടിട്ടുണ്ടായിരിക്കും. ബോൺസായി ഡിസ്ബഡിങ് എന്ന് പറയുന്നത് ആ പേരിൽ തന്നെയുണ്ട്. ഡിസ്ബഡിങ് അതായത് റിമൂവൽ ഓഫ് അൺവാണ്ടഡ് ബഡ്സ്. കോമൺലി നമ്മൾ റോസിൽ, മാരിഗോൾഡിലൊക്കെ ചെയ്യും. അൺവാണ്ടഡ് ആയിട്ടുള്ള ബഡ്സ് ഇപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പെസ്റ്റ് അറ്റാക്കോ മറ്റോ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ വളരാത്ത ബഡ്സിനെ, അൺവാണ്ടഡ് ബഡ്സിനെ നമ്മൾ റിമൂവ് ചെയ്യുന്ന ഒരു പ്രൂണിംഗ് മെത്തേഡാണ് എന്ന് പറയുന്നത്. ഡിസ്ബഡിങ് എന്ന് പറയുന്ന ഒരു പ്രൂണിംഗ് മെത്തേഡാണ് ഈ ഡിസ്ബഡിങ്. അപ്പൊ ഈ 4 ഓപ്ഷൻസ് മനസ്സിലായല്ലോ. നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ദാറ്റ് ഈസ് ടോപ്പിയറി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ നമ്മളിപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
അപ്പം എല്ലാം തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമുക്കിപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ POP കുറച്ച് വായിച്ചിരിക്കുകയാണെങ്കിൽ കുറേയധികം ക്വസ്റ്റ്യൻസിനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ടോപ്പ് ഏരിയ ആൻസർ എഴുതുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നമ്മുടെ തിയറി പോർഷൻ, അതായത് ഹോർട്ടിക്കൾച്ചറിലെ ഓർണമെന്റൽ ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ ഫ്ലോറിക്കൾച്ചർ ഏരിയയിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് തിയറി ഒക്കെ ഒന്ന് വായിച്ച് അതിന് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ബാക്കി ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ന് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാം തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നല്ല രീതിയിലൊരു റീഡിങ്, കുറെ അധികം കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള വായന, റിപ്പീറ്റ് ആയിട്ട് റീഡ് ചെയ്യുന്നത് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മെമ്മറൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പം എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.